ഓക്കെ, ഞങ്ങൾക്കപ്പോൾ ഡിവൈസ് ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലോഞ്ച് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഡിബഗ് ചെയ്യാൻ. ഇതുവരെ ചെയ്തിട്ടില്ലത്. എറേഴ്സ് മിക്കവാറും കാണും, കാരണം ഞാനത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു സംഭവമാണ്. റെഫറൻസ് വെച്ചിട്ടല്ല ചെയ്യണം. ലോഞ്ചിങ്. അല്ലെങ്കിൽ ഈ ഡിവൈസ് മാറ്റിയിട്ട് ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ലോക്കായിട്ട് എടുത്ത് വെച്ചേക്കാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ കാണിക്കും. ആപ്പ് ലോഞ്ച് ആവാനുള്ള എറർ ഒന്നും കാണാനില്ല. ഓക്കെ, ലോഞ്ചായി. ഇനി ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നോക്കാം. രജിസ്റ്ററിൻ്റെ ആ പേജ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എറേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എവിടെയായിരുന്നു മറ്റേ ചെക്ക് ചെയ്യണത്. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 1 2 3 നമ്പർ പാടില്ലെന്നല്ലേ പറഞ്ഞത്. ഇമെയിൽ ഞങ്ങളൊന്നും വെച്ചിട്ടില്ല, ബ്ലാങ്ക് ആവാണ്ടിരുന്നാൽ മതി. പാസ്വേഡിന് ലെങ്ത് വെച്ചായിരുന്നു. അപ്പോൾ യൂസർ നെയിം കനോട്ട് ഹാവ് എം ടി കനോട്ട് ബി എം ടി ഓർ യൂസർ നെയിം കനോട്ട് ഹാവ് നമ്പേഴ്സ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ABC എന്നാക്കി നോക്കാം. അപ്പോൾ എന്താ വരുന്നത്? ഓക്കെ, പാസ്വേഡിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 1 2 3 4 5 6 7 8 9. ഇനി രജിസ്റ്റർ ആവും. രജിസ്ട്രേഷൻ ഫെയിൽഡ്. അത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. നോക്കട്ടെ, ലോഗിൻ ചെയ്ത് നോക്കാം സെയിം വെച്ചിട്ട്. ABC അല്ല 1 2 3 എന്നായിരുന്നില്ലേ ഇമെയിൽ. അപ്പോൾ 1 2 3 1 2 3 4 5 6 7 8 9. ലോഗിൻ. ആപ്പ് ക്രാഷായി. അപ്പോൾ ലോക്കാറ്റിൽ നോക്കാം. എനിക്ക് ലോക്കാറ്റിൽ എന്തായിരുന്നു പ്രശ്നം? നൾ പോയിന്റർ, വോയിഡ് ആൻഡ്രോയിഡ് വിഡ്ജറ്റ് ടെക്സ്റ്റ് വ്യൂ, സെറ്റ് ടെക്സ്റ്റ്. സെറ്റ് ടെക്സ്റ്റ് എവിടെയാണ്? ലോഗിൻ ആക്ടിവിറ്റിയിലല്ലേ? ലോഗിൻ ആക്ടിവിറ്റിയിൽ നോക്കട്ടെ. സെറ്റ് ടെക്സ്റ്റ് ചെയ്തേക്കണ എവിടെ? എറേഴ്സിൻ്റെ അവിടെ അല്ലേ? ഇതിലാണ് കേട്ടോ പ്രശ്നം. ഈ എറേഴ്സ് ഞങ്ങൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെയാണ് ആ പ്രശ്നം. ഈക്വൽ ടു ഫൈൻഡ് യു ബൈ ID r.id. ലോഗിൻ എറേഴ്സ് എന്നായിരുന്നില്ലേ? ലോഗിൻ എറർ അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. മിക്കവാറും അത് ക്രാഷ് ആവും വീണ്ടും. എൻ്റെ ആ ഡിവൈസ് എങ്ങനെയെങ്കിലും വന്നാണ്. നോക്കാം. ഓക്കെ, ലോഞ്ച് ആവുന്നുണ്ട് വീണ്ടും. ഇൻസ്റ്റാൾ സക്സസ്. പുതിയൊരു യൂസറിനെ രജിസ്റ്റർ ചെയ്ത് നോക്കാം. 1 2 3 മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഇമെയിൽ വെച്ചിട്ട്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ഇഷ്യൂ വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടി. രജിസ്റ്റർ. യൂസർ നെയിമിൻ്റെ വാലിഡേഷൻ ഞങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസർ നെയിം എൻ്റെ പേര് തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ പാസ്വേഡ് 1 2 3 4 5 6 7 8 9. രജിസ്റ്റർ. രജിസ്ട്രേഷൻ സക്സസ്. ടോസ്റ്റ് വന്നാൽ അത് ഫോൺ ലാഗ് ആവുകൊണ്ട് അത് പോയതാണ് പെട്ടെന്ന്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ രജിസ്ട്രേഷനിൽ ഞങ്ങൾ രജിസ്റ്റർ സക്സസ് ആണെങ്കിൽ ലോഗിനിലോട്ടല്ലേ വിട്ടെ? എവിടെ? രജിസ്റ്റർ ആക്ടിവിറ്റിയിൽ. ഒരു സെക്കൻഡ്, ഇതൊന്ന് മിനിമൈസ് ചെയ്യട്ടെ. രജിസ്റ്റർ ബട്ടണിൽ ഇവിടെ ഇൻഡന്റ് ഇസ് ഈക്വൽ ടു ലോഗിൻ ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ്. അത് കൊടുത്തായിരുന്നല്ലോ.
ഓ, സ്റ്റാർട്ട് ആക്ടിവിറ്റി കൊടുത്തില്ല ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റാർട്ട് ആക്ടിവിറ്റി ഇതായിരുന്നു ഇന്റന്റ്. അപ്പൊ അവിടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾ നോക്കുക കേട്ടോ. ഇതില് ഫുൾ എറേഴ്സ് മിക്കവാറും ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചുതരാം. സ്റ്റാർട്ട് ആക്ടിവിറ്റി ഇന്റന്റ്. അപ്പൊ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോഗിനിലും കൊടുത്തിട്ടുണ്ടോ? ഇനി ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും കൊടുത്തിട്ടില്ല കേട്ടോ. ഇന്റന്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ആക്ടിവിറ്റി ഇന്റന്റ്. ഇതെപ്പോഴും മറന്നോളൊരു സംഭവമാണ്. അപ്പോൾ സ്റ്റാർട്ട് ആക്ടിവിറ്റി കൊടുത്തില്ലെങ്കിൽ പോവില്ല. അപ്പൊ ലോഗൗട്ടിൽ മിക്കവാറും ഞാൻ വെച്ചിട്ടുണ്ടാവില്ല. സക്സസ് ലോഗിൻ കഴിഞ്ഞിട്ട് ലോഗൗട്ട് ചെയ്യുമ്പോഴേ ഇവിടെ ഫിനിഷ് ആണ്, ഇത് കുഴപ്പമില്ല. ഫിനിഷ് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് മെയിൻ മെനുവിലോട്ട് വരും. അപ്പൊ അതൊന്ന് സോൾവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒന്ന് റൺ ചെയ്ത് നോക്കാം. വീണ്ടും രജിസ്റ്റർ ചെയ്ത് നോക്കാം. അതാണുള്ളത്. ഇൻസ്റ്റാൾ സക്സസ്. ഇപ്പൊ ഡിവൈസ് ഭയങ്കര ഫാസ്റ്റ് ആണെന്നറിയില്ല. രജിസ്റ്റർ ചെയ്താലോ ഒന്നും കൂടെ. യൂസർ നെയിം ഗെയിം, ഇമെയില് game@gmail.com 1 2 3 4 5 6 7 8 9. രജിസ്റ്റർ. ഇനി ഇതില് ലോഗിനിലോട്ട് പോകണം അല്ലേ? കറക്റ്റ്. ലോഗിനിലോട്ട് പോയി ഇതും വന്ന് ഇമെയിൽ എന്തായിരുന്നു? game@gmail.com 1 2 3 4 5 6 7 8 9. ലോഗിൻ. ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ്. 1 2 3 4 5 6 7 8 9. ഇത് വന്നില്ലല്ലോ. game@gmail.com തന്നെ ആയിരുന്നില്ല അവിടെ കൊടുത്ത്. ഒന്നുകൂടെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കാം. രജിസ്റ്റർ. ഇമെയില് 1 2 3 4 5 6 7 8 9. എന്തോ പ്രശ്നമുണ്ട് ചെക്കിങ്ങിന്. gmail.com 1 2 3 4 5 6 7 8 9. അതെന്താ അപ്പൊ പ്രശ്നം? ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ആക്ടിവിറ്റി ഇതല്ലല്ലോ. ലോഗിൻ ആക്ടിവിറ്റി ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എപ്പോഴാണ് കൊടുക്കണം? ചെക്ക് യൂസർ അല്ലെങ്കിലല്ലേ? DB ഹാൻഡലറിൽ ചെക്ക് യൂസർ ഇമെയിൽ, ഈ മെത്തേഡ് കൗണ്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റിട്ടേൺ ട്രൂ. ഞങ്ങൾ ചെക്ക് ചെയ്യണത് ഇമെയിലും പാസ്വേഡും അല്ലേ? കോൾ ഇമെയിൽ കിട്ടിയേക്കണ വാല്യൂ, കോൾ പാസ്വേഡ് കിട്ടിയേക്കണ വാല്യൂ. എന്താ പ്രശ്നം? ഇതാണോ ഗെറ്റ് റീഡബിൾ എന്നല്ലേ കൊടുക്കണം ശരിക്കും അല്ലേ? ഗെറ്റ് റീഡബിൾ ഡാറ്റാബേസ് വെച്ചിട്ടല്ലേ നോക്കണം. ഇവിടെയും മാറിയോന്ന് എനിക്കൊരു ഡൗട്ട്. ഒന്ന് റീറൺ ചെയ്ത് നോക്കാം. ക്വറിയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ വേർ ഇമെയിൽ ഈക്വൽ ടു ആൻഡ് പാസ്വേഡ് ഈക്വൽ ടു അത്. ശരിക്കും മറ്റേ DB ബ്രൗസർ എടുത്ത് നോക്കണ്ടായിരുന്നു ഡാറ്റാബേസ് കയറിയോ എന്നുള്ളത്. ഇപ്പൊ നോക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മൊത്തം ക്രാഷ് ആവും. sarki@gmail.com. ഓക്കെ, അല്ല 1 2 3 4 5 6 7 8. എന്തോ മാറിപ്പോയി. 1 2 3 4 5 6 7 8 9. എന്നാലും അത് എനിക്ക് തോന്നുന്നു ഇവിടെയും റീഡബിൾ ആക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയാവായിരിക്കും. അറിയില്ല കേട്ടോ, നോക്കാം.
ആഡ് യൂസറിൻ്റെ അവിടെ. എന്നാലത് റിസൾട്ട് -1 ആണെങ്കിൽ ട്രൂ. രജിസ്റ്ററിൽ കാണിക്കുന്നുണ്ട്, രജിസ്റ്റർ സക്സസ്ഫുൾ യു കെ ലോഗിൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇഫ് യൂസർ ആണെങ്കിൽ ഇതിലാണ് ഇപ്പോൾ പ്രശ്നം. ചെക്ക് യൂസർ ഇമെയിൽ തിരിഞ്ഞു പോയോ? ഇനി ചെക്ക് ചെയ്തേക്കണ. ഇഫ് കൗണ്ട് ഗ്രേറ്റർ ദാൻ 0 ആളുണ്ടെങ്കിൽ ലോഗിൻ, അല്ലെങ്കിൽ ലോഗൗട്ട്. കറക്റ്റ് ആണല്ലോ. റീഡ് ഓൺ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ആ മെസ്സേജും കൂടെ വേണമെങ്കിൽ മാറ്റാം. രജിസ്റ്റർ ഫെയിൽഡ് അല്ലത് യൂസർ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ളത് കാണിക്കാം. അല്ല, ഇമെയിൽ. ഇമെയിൽ ഓൾറെഡി രജിസ്റ്റേർഡ്. അതിപ്പോൾ വരില്ല, ഞാൻ റീലോഡ് ചെയ്തിട്ടില്ല. ഇവിടെ gmail.com 123456789 രജിസ്റ്റർ ചെയ്താൽ രജിസ്ട്രേഷൻ ഫെയിൽഡ് ആണ് കണ്ട. അപ്പോൾ അത് രജിസ്റ്റർ ആയിട്ടുണ്ട്. പിന്നെന്താ, പുതിയൊരു ഇതും കൂടെ രജിസ്റ്റർ ചെയ്ത് നോക്കാം. ഈ ജിമെയിൽ ഒക്കെ വരുമ്പോഴാണോ പ്രശ്നം എന്ന് നോക്കാം. 123 എന്ന് വെക്കാം ജസ്റ്റ്. രജിസ്റ്റർ ചെയ്താൽ വീണ്ടും ഫെയിൽഡ്. എന്താ ഫെയിൽഡ് ആവണം? നോക്കട്ടെ. ABCDEF 123 123456789 രജിസ്ട്രേഷൻ ഫെയിൽഡ്. ഇവിടെ എന്താ കാണിക്കണ? ലോക്കാറ്റ് ലെവലും കാണാൻ പറ്റുന്നോ നോക്കട്ടെ. എറർ ഇൻസേർട്ടിങ് യൂസർ നെയിം ഈക്വൽ ടു. എന്താ പ്രശ്നം? കൺസേൺഡ് യൂണീക്ക്. ഓക്കെ. ഇമെയിൽ ഞാൻ 123 കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ അത് ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ കാണിക്കണത്. 1234 എന്ന് പറഞ്ഞാക്കാം. രജിസ്റ്റർ ആയി. അപ്പൊ ഇമെയിൽ ഞങ്ങൾ കൊടുത്തത് 1234 എന്നുള്ളതല്ലേ. 123456789. അതെന്താ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ്? അല്ല, ഇതല്ലല്ലോ. ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്തിനാ കാണിക്കണേ? എന്താ എനിക്ക് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ആദ്യം മുതൽ നോക്കാം. സ്ട്രിങ് ഇമെയിൽ ഇസ് ഈക്വൽ ടു ഇമെയിൽ ഡോട്ട് സ്ട്രിങ് പാസ്വേഡ് കിട്ടി. എറർ കിട്ടി. ഇവിടെ കണ്ട ഇമെയിൽ ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് ആണ് പാസ്വേഡിലോട്ട് സ്റ്റോർ ചെയ്തേക്കണം. പാസ്വേഡിന്റെ അല്ലേ എടുക്കണ്ടത്? പാസ്വേഡ് ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് അല്ലേ? അതായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓരോ എറേഴ്സ് ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം. ഇനി എറർ വന്നെങ്കിൽ വീണ്ടും നോക്കാം. എല്ലാ എററും ഫിക്സ് ചെയ്തിട്ട് വേണം ഇത് ഗിറ്റബിലോട്ട് ഇടാൻ. ഇല്ലെങ്കിൽ അപ്പൊ ഞാൻ നേരത്തെ ചെയ്തത് തന്നെ വെച്ച് നോക്കാം. sark@gmail.com 123456789 ഇനി ലോഗിൻ ആവുമോ? ഇല്ല, ആപ്പും ക്ലോസ് ആയി. എന്താണ് എറർ?
unable to start activity, admin user ആപ്പിൽ success login, null pointer exception to word widget on click listener, null reference, unable to start activity. ഇതിലൊന്നും കിട്ടണല്ലോ. ഏതിലാ പറഞ്ഞ ഇവിടെ? ഓ, ഇത് എൽസിൽ കൊണ്ടിടാം കേട്ടോ. എൽസ് ഓക്കെ. പിന്നെന്താ ഇവിടെയാണ് പറയണത് സ്റ്റാർട്ട് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. നോക്കട്ടെ, ഇതായിരിക്കും മിക്കവാറും. കാരണം ഇത് ആക്ടിവിറ്റിയിലോട്ട് പോയിട്ട് ആ കോഡ് എക്സിക്യൂട്ട് ആവാൻ നോക്കണേ. ഇവിടെ ഇല്ലെങ്കിൽ ഒരു റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുമായിരുന്നേ. ഞാൻ എൽസ് കൊടുത്തു കഴിയുമ്പോൾ അത് മിക്കവാറും ശരിയാവേണ്ടതാണ്. നോക്കാം. 5ാമത്തെ റീഡർ. പാസ്വേഡ് അടിച്ചു, ക്ലോസ് ആയി. വീണ്ടും നോക്കാം ഇവിടെ എന്തായിരുന്നു. വീണ്ടും അത് തന്നെയാണോ? അൺഎബിൾ ടു സ്റ്റാർട്ട് ആക്ടിവിറ്റി തന്നെയാണ് വീണ്ടും വരുന്നത്. സക്സസ് ലോഗിൻ ആക്ടിവിറ്റി, നൾ പോയിന്റർ റെഫറൻസ് എന്നാണ് പറഞ്ഞേക്കണത്. എന്താണ് അൺഎബിൾ ടു സ്റ്റാർട്ട് ആക്ടിവിറ്റി? സക്സസ് ലോഗിൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ആക്കാൻ പറ്റുള്ള റീസൺ നൾ പോയിന്റർ എക്സെപ്ഷൻ. അറ്റംപ്റ്റ് ടു ഇൻവോക്ക് വെർച്വൽ മെത്തേഡ് ബട്ടൺ ഡോട്ട് ഓൺ ക്ലിക്ക് ലിസണർ view on listener on subject. നമുക്കിവിടെ റിട്ടേൺ തന്നെ കൊടുത്തു നോക്കാം. എന്നിട്ട് ഈ എൽസ് മാറ്റിയിട്ടേ സെമിക്കോളൻ എൽസ് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം. സക്സസ് ലോഗിനിൽ വല്ല പ്രശ്നമുണ്ട്? എന്താ ലോഗിൻ ബട്ടൺ ലോഗ് ഔട്ട് എന്നായിരുന്നില്ലേ അതിൻ്റെ? ലോഗ് ഔട്ട് ബട്ടൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കാം, എനിക്ക് ആ എറർ മനസ്സിലാവുള്ള കറക്റ്റായിട്ട്. നൾ പോയിന്റർ എന്തോ അവിടെ പറയണേ. ഇതിൽ വേറെ വല്ല പ്രശ്നമുണ്ടോ? ലോഗിൻ ഓക്കെ. വെൽക്കം ബാക്ക് srk@gmail.com വന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇവിടെ റിട്ടേണിന് അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ കൊടുത്ത ID ഇല്ല, അതിൻ്റെ പ്രശ്നമായിരിക്കുള്ളൂ മിക്കവാറും. അപ്പോൾ അത് ID കൊടുക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഫോർമാറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വൃത്തിക്കാക്കാം. അത് അത്രയും പാഡിങ് വേണ്ടെന്ന് തോന്നണം അതിന്. അഡ്മിൻ പാനൽ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടേക്കാം. അപ്പോൾ എറേഴ്സ് ഇത്രയേ ഉള്ളൂ. ഇനി ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഓക്കെ ബാക്ക് ടു ഈ സ്ക്രീൻ വരും. വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ. അപ്പോൾ ആപ്പ് ഇനി റണ്ണിങ് ആണ്. ഇനി ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ അഡ്മിൻ മൊഡ്യൂൾ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. ജസ്റ്റ് അഡ്മിൻ പാനൽ എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ അഡ്മിന് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു സൈൻ ഇൻ കൊടുക്കാം. അഡ്മിൻ എന്ന് പറഞ്ഞ ഡിഫോൾട്ട് ആയിട്ടൊരു അഡ്മിനെ കയറ്റിയിട്ട് അയാൾക്ക് ഇങ്ങനെ യൂസർ നെയിം ഇമെയിൽ പാസ്വേഡ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് സ്ട്രിങ് ആയിട്ട്
എല്ലാവരുടെയും ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ അടുത്തതിലോട്ട് ഇട്ടേക്കാം. ഈ ഇത്ര സാധനങ്ങൾ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ട് ഫിക്സ്ഡ് എറേഴ്സ് എന്ന് പറഞ്ഞിട്ടിടാം. ഫിക്സ്ഡ് എറേഴ്സ്. ഇനി ഞാനത് ഗിറ്റബിൽ ലിങ്ക് ഇട്ടേക്കാം. ഇപ്പോൾ ഇത് എറർ ഇല്ലല്ലോ. അപ്പോൾ ഞാനത് കമ്മിറ്റ് ആൻഡ് പുഷ് കൊടുത്തിട്ട് ഒരു റെപ്പോസിറ്ററിയിൽ ഇട്ടേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അഡ്മിൻ്റെ പറയാം.